അപ്പോൾ പ്രസിഡന്റ് ആ കാര്യങ്ങൾ പഠിച്ചിട്ട് എല്ലാ കോടതികളും ശിക്ഷയ്ക്ക് വിധിച്ച ആ വ്യക്തിയെ ഒറ്റ ലൈൻ എഴുതി ഇവന്റെ ശിക്ഷ എല്ലാം റദ്ദാക്കി ഇവനോട് കരുണ കാണിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു മനോഭാവം നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ അതാണ് കരുണ. അതാണ് മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യം. കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 വാക്കുകൾ പരിശുദ്ധ പിതാവ് തന്നെ പഠിപ്പിച്ചതാണ്. നമ്മുടെ ഭാഷയിൽ, മറ്റു ഭാഷകളിൽ ഇതിന് അർത്ഥം കുറച്ചുകൂടി സമ്പുഷ്ടമായിട്ടുണ്ട്. മറ്റുള്ള ഭാഷകൾ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മളിവിടെ ഫോറിനിലൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഗ്രീക്ക്, ലാറ്റിനൊക്കെ പഠിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ലത്തീൻ ഭാഷയിലും ഇറ്റാലിയാനോ സ്പാനിഷ് ഈ ഭാഷകളിലെല്ലാം മെസറിക്കോർഡിയ എന്നാണ് കരുണയെ പറയുന്നത്. എന്ന് പറഞ്ഞ എല്ലാവരും മെസറിക്കോർഡിയ. ഈ വാക്ക് 2 പദങ്ങളിൽ നിന്നുണ്ടായതാണ്. കോർഡിയ, കാർഡിയോ. അതിൻ്റെ അർത്ഥം ഹൃദയം എന്നാണ്. ഹൃദയം, കോർ ഹൃദയം, കാർഡിയോ ഹൃദയം. മെസറി എന്ന് പറഞ്ഞാൽ ദുഃഖദുരിതങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം മെസറിക്കോർഡിയയാണ്. അങ്ങനെയാണ് സുവിശേഷത്തിൽ പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവം, ഗോഡ് ഹു ഈസ് ഫുൾ ഓഫ് മെസറിക്കോർഡിയ. എത്രയും ദയയുള്ള മാതാവേ എന്ന് പറയുന്നതിൻ്റെയും അർത്ഥം മദർ മെസറിക്കോർഡിയ എന്നാണ്. എത്രയും ദയയുള്ള മാതാവേ എന്ന് പറഞ്ഞാൽ, എത്രയും കരുണയുള്ള മാതാവേ എന്ന് പറഞ്ഞാൽ മദർ മെസറിക്കോർഡിയ. അപ്പോൾ മെസറിക്കോർഡിയ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണ. അതായത് മെസറി, മനുഷ്യവംശത്തിൻ്റെ പാപവും പാപത്തിൻ്റെ ശിക്ഷയും പാപത്തിൻ്റെ ശാപവും നിറഞ്ഞ ആ മെസറി മുഴുവനും എന്താ പറയുക, ഉൾക്കൊള്ളുന്ന ഒരു കോർഡിയയാണ് ദൈവത്തിൻ്റെ ഹൃദയം. ഇതിനെ ഇനി ഹെബ്രായ ഭാഷയിൽ 2 വാക്കുകളുണ്ട്. ഒന്ന് ഹെസദ് എന്നാണ് അതിന് പറയുന്നത്. ഹെസദ് എന്ന് പറഞ്ഞാൽ പിതൃവാത്സല്യം. ദൈവത്തിൻ്റെ കരുണ ഒരു പിതാവിന് മക്കളോടുള്ള വാത്സല്യമാണ്. പിതൃവാത്സല്യം, സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, ഒരിക്കലും താഴാത്ത, എപ്പോഴും ഉയരുന്ന ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ലവ്. മറ്റൊരു വാക്ക്, ഇതിനേക്കാൾ വളരെ അർത്ഥസമ്പുഷ്ടമായ മറ്റൊരു വാക്ക് റഹാമിം എന്നാണ്. റഹാമിം. അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. റഹാമിം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഗർഭം എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ ഹൃദയം ഏതുപോലെയാണ്? ഒരു ഗർഭപാത്രം പോലെയാണ്. ഇവിടെ അമ്മമാർ ഒരുപാട് പേരുണ്ട്. അമ്മമാരെ ഒന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ഗർഭത്തിൽ ഈ കുഞ്ഞ് വളർന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആ കുഞ്ഞിന് പ്രത്യേകം ചെയ്യാൻ പറ്റുമായിരുന്നോ? പറ്റുമോ? ചെയ്തോ? അപ്പനും വല്ലതും ചെയ്യാൻ പറ്റുമോ? പക്ഷെ ആർക്കാ ചെയ്യാൻ പറ്റണേ? ആരാ ചെയ്തത്? ദൈവമാണ്. ആ റഹാമിം ആണ് കരുണ. അതായത് ഒരുപാട് വലിയ കാര്യമുണ്ട്, അത് എളുപ്പം മനസ്സിലാവില്ല.
ആ കുഞ്ഞ് ഒരുപക്ഷെ രൂപം കൊണ്ടത് പല അവസ്ഥ കൊണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ഗർഭപാത്രത്തിനറിയില്ല. ഗർഭപാത്രം ആ കുഞ്ഞിനെ വേണ്ടതെല്ലാം നൽകുന്നു. ആ അമ്മയുടെ ഗർഭപാത്രം റഹാമിം ആ കുഞ്ഞിന് വേണ്ടതെല്ലാം നൽകുന്നു. എന്താ നൽകുന്നത്? അമ്മ മനസ്സറിഞ്ഞുകൊണ്ട് നൽകുന്നതല്ല ആകാം, പക്ഷെ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് അവിടെ. ആ അമ്മയുടെ രക്തവും മാംസവും ജലവും എല്ലാം ഈ കുഞ്ഞിന് നൽകുന്നു. ആ എംബ്രിയോ വളരുന്നത് വാസ്തവത്തിൽ ഈ അമ്മയെ ഭക്ഷിച്ചുകൊണ്ടാണ്. ഈ അമ്മയെ തിന്നുകയാണ് ആ കുഞ്ഞ്. ആ അമ്മ ആ കുഞ്ഞിന് ആ ഗർഭപാത്രത്തിലൂടെ വേണ്ടതെല്ലാം കൊടുക്കണം. ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞ് കരയണ പോലുമില്ല. കരയണത് തന്നെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നിട്ടാണ്. ആ കുഞ്ഞ് യാതൊന്നും ചോദിക്കുന്നുമില്ല. ആ കുഞ്ഞ് ചോദിക്കാതെ തന്നെ, ആ കുഞ്ഞറിയാതെ തന്നെ എല്ലാം നൽകുന്നു. രക്തവും ജലവുമാണ് ആ കുഞ്ഞിന് ചുറ്റും. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ പുറത്തു വരുന്നതും രക്തവും ജലവുമാണ് ആ ഗർഭപാത്രത്തിൽ നിന്ന്. അതാണ് മെസറിക്കോർഡിയ. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, അഥവാ യേശുവിൻ്റെ ഹൃദയം ആ അമ്മയുടെ ഗർഭം പോലെയാണ്. ആ ഹൃദയം പിളർന്നപ്പോൾ, സഭയാകുന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ, ആ ഹൃദയത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ഒഴുകുന്ന പോലെ ജലവും വെള്ളവും ഒഴുകി. ഇതെല്ലാം കരുണയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ മനസ്സിലാക്കി തരും. എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ ഈ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ ആ കരുണ മുഴുവനും നിറഞ്ഞൊഴുകിയ ദിവസമാണ് ഈ ദുഃഖവെള്ളിയാഴ്ച. വലിയ രഹസ്യമാണത്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് അമ്മയുടെ ഗർഭത്തിലേക്ക് പോകാം. അവിടെ നമ്മളൊന്നും അറിയണ്ട, ഒന്നും അറിയണ്ട, എല്ലാം ദൈവം തരുന്നു. അങ്ങനത്തെ ഒരു മനോഭാവമാണ് ദൈവത്തിൻ്റേത്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. നീ എത്ര വലിയ പാപിയായാലും ആ ഗർഭപാത്രത്തിന് അത് മനസ്സിലാവുന്നില്ല. ആ കുഞ്ഞ് ഒരു അവിഹിത മേഴ്ചയിലുണ്ടായ കുഞ്ഞായാലും ഗർഭപാത്രത്തിന് ഒരു പക്ഷപാതവുമില്ല. അങ്ങനത്തെ ഒരു സ്നേഹമാണ് കരുണ. എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ കരുണ കാണുന്നില്ല. കരുണ എന്നതിൻ്റെ അർത്ഥം പാപികളോടുള്ള സ്നേഹമെന്നാണ്. പാപികളോടുള്ള സ്നേഹം. ഒരു നല്ല മനുഷ്യനെ, ഒരു വിശുദ്ധനെ ദൈവത്തിന് സ്നേഹമാണ്. പക്ഷെ അത് കരുണയല്ല. അതിൽ കരുണ കാണിക്കാനൊന്നുമില്ല. ഭൂലോകഭാവം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായി ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. കുരിയലൈസോൻ കുരിയലൈസോൻ കുരിയലൈസോൻ.
കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. Lord have mercy, Lord have mercy, Lord have mercy. ഇനി നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ ഈശോയുടെ കരുണ ഹൃദയത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകി. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇവിടെയാണ് ഈശോയുടെ അഥവാ പുതിയ നിയമം എന്ന് പറയുന്നത് കരുണയാണ്. ഈശോ മത്തായിയുടെ ഭവനത്തിലേക്ക് ചെല്ലുന്ന രംഗമൊന്ന് ഓർക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിലാണ്. വലിയൊരു നാടകീയാവസ്ഥയാണ്. ആ നാട്ടിലെ ആ സമയത്തെ പാരമ്പര്യമനുസരിച്ച്, യഹൂദരുടെ ഇടയിലെ പാരമ്പര്യമനുസരിച്ച് പാപിയെ അവർ വെറുക്കുന്നു. അവർ നിയമം അനുസരിക്കുന്നവരാണ്, 10 പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവർ നീതിമാന്മാരാണെന്നവർ സ്വയം നടിക്കുന്നു. അതനുസരിക്കാത്തവരെല്ലാം പാപികളാണെന്നും അങ്ങനെ അതനുസരിക്കാത്തവരുമായിട്ട് യാതൊരു കൂട്ടായ്മയും പാടില്ല എന്നുമാണ് അവരുടെ ഒരു സിദ്ധാന്തം. വാസ്തവത്തിൽ അത് തെറ്റായൊരു സിദ്ധാന്തമാണ്. ശിമയോൻ ഉണ്ണീശോയോടെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താ? ഇവൻ ഒരു വിവാദ വിഷയമായിരിക്കും. ഇവൻ എന്തായിരിക്കും? ഒരു വിവാദ വിഷയമായിരിക്കും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. എന്താണ് ഇവന്റെ വിവാദ വിഷയം? ഇവൻ എല്ലാവരോടും കരുണയാണ്. അവരെല്ലാവരും മത്തായിയെ കാണുന്നത് നീചൻ, ചുങ്കക്കാരൻ, പാപി. അവൻ്റെ വീട്ടിൽ കയറരുത്, അവിടുന്ന് വെള്ളം പോലും കുടിക്കരുത്. ഇനി ചോദിച്ചട്ടെ, ഈശോ എന്താ മത്തായിയിൽ കണ്ടത്? യഹൂദരും ഫരിസേയരും നിയമജ്ഞരും മത്തായിയിൽ കാണുന്നത് മോശമായൊരു വ്യക്തി. എന്നാൽ ഈശോ എന്താണ് ആ വ്യക്തിയിൽ കണ്ടത്? ആരെങ്കിലും ഒന്ന് പറയാം? ഈശോ മത്തായിയിൽ എന്ത് കണ്ടു? ആരെ കണ്ടു? എന്താ ആരും ഒന്നും പറയാത്തെ? അവനെ അനുഗമിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ആണ് ഈശോ. പക്ഷെ എന്താണ് അവനിൽ കണ്ടത്? വിശ്വസ്തത. ഓക്കെ, ഒരു ഉത്തരം. ഇനി അടുത്ത ഉത്തരം പറയാം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരാത്മാവിനെ കണ്ടു. ഇവിടെ എന്താ പറഞ്ഞേ? വേറെ ഇനി പറയാം, സിസ്റ്റർമാർക്കൊക്കെ പറയാം. ഇത് ഞാൻ ഈ പറയണത് അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആൾക്ക് തോന്നിയതൊക്കെ പറയണു, അങ്ങേരുടെ പണി പറയലെന്നുള്ളതാണ് ഇല്ലേ. അത് കുറച്ചൊക്കെ നമ്മൾ കേട്ടു, കുറേ മുകളിൽ കൂടി പോയി. ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്. ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കും. എന്താണ് യേശു ഈ ചുങ്കക്കാരനും പാപിയുമായ മത്തായിയിൽ യേശു എന്ത് കണ്ടു?
അവനിൽ അവൻ്റെ ഹൃദയം കണ്ടു. അവൻ്റെ ഹൃദയത്തിൽ എന്തായിരിക്കണേ? അതായിട്ടില്ല കേട്ടോ. ഇപ്പം അവന് കർത്താവിനൊന്നും അറിഞ്ഞൂടാ. എനിവേ, താങ്ക് യു. ഇപ്പം അവന് യേശു ആരാണെന്നൊന്നും അറിയില്ല, യാതൊരു ഐഡിയ ഇല്ല ഇതാരാണ്. ആർക്കും ഉത്തരവില്ലെന്നോ? അതൊരു മാറ്റർ ഓഫ് ഫാക്ട്. ഈശോയുടെ കരുണ ആവശ്യമുള്ളൊരു പാപിയെ കണ്ടു. അതിനേക്കാളും വേറെ എന്തെല്ലാം ഈശോ കണ്ടു. തെറ്റുകളെ തുറന്ന് പറയാവുന്ന, കേൾക്കാവുന്ന ഒരു വ്യക്തി. പോരാ, അനുസരിക്കാൻ കഴിവുള്ളൊരു വ്യക്തി, മനസ്തപിക്കാൻ കഴിവുള്ള വ്യക്തി. താങ്ക് യു. മനസ്തപിക്കാൻ കഴിവുള്ള വ്യക്തി പോരാ. യെസ്. യേശുവിന് ആവശ്യമുള്ളൊരു മനുഷ്യനെ കണ്ടു. യു ആർ നോട്ട് ഫാർ, വെരി നിയർ. കുറച്ചുകൂടി ചിന്തിച്ചേ. അതിൽ വലിയ കാര്യമില്ല. ഓക്കെ, ഞാൻ പറയട്ടെ. യേശു അവനിൽ കണ്ടത് ഒരു അപ്പസ്തോലനെയാണ്. ആരെയാ കണ്ടത്? ശിഷ്യന്മാരൊരുപാടുണ്ട്, പക്ഷെ 12 അപ്പസ്തോലന്മാരേ ഉള്ളൂ. 4 സുവിശേഷ രചയിതാക്കളിൽ ഒരാളെ കണ്ടു. യേശു കണ്ടത് ആരെയാണ്? അവനിൽ ഒരു അപ്പസ്തോലനെ, ഒരു സുവിശേഷ രചയിതാവിനെയും കണ്ടു. ഈശോയുടെ കണ്ണതാണ്. നമ്മൾ അധികം കേൾക്കാത്ത ഒരു വചനം ഞാൻ പറയാം. ഒരു ബൈബിൾ ആരെങ്കിലും ഒന്ന് കൊണ്ടുവരാമോ? ഒരു ബൈബിൾ മലയാളം ബൈബിളാണ്. എബി, ഒരു മലയാളം ബൈബിൾ. ഓക്കെ. യേശയ്യായുടെ പ്രവചനത്തിൽ 42-ാം അധ്യായത്തിൽ 18-19 വചനങ്ങളിൽ പറയുന്നത് ഇതാണ്. ഇവിടെ ഉണ്ടോ? ഇത് കണ്ടോ? ഇവിടെ ഇരുന്നിട്ട് ഞാൻ കണ്ടില്ല. അതിങ്ങനെ മൂടി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു. യേശയ്യ 42. ഈ യേശയ്യ 42 മുതൽ ഇന്ന് വായിക്കാൻ പോകുന്നത് 53-ാമത്തെ അധ്യായമാണ്. ഇതെല്ലാം ഈ വരാനിരിക്കുന്ന രക്ഷകരെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ആ അർത്ഥത്തിൽ വേണം നമ്മളത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ. അതിനകത്ത് ഒരൊറ്റ വചനം എടുത്തുകൊണ്ട് അവിടെ അങ്ങനെ എഴുതിയേക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? കർത്താവിൻ്റെ ദാസൻ 1, കർത്താവിൻ്റെ ദാസൻ 2, കർത്താവിൻ്റെ ദാസൻ 3, കർത്താവിൻ്റെ ദാസൻ 4. ഇങ്ങനെ 4 പ്രവചന ഗീതങ്ങളുണ്ട് യേശയ്യായുടെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നത്. യേശയ്യായുടെ പുസ്തകം 5-ാം സുവിശേഷം എന്നാണ് പറയാറ്. മിക്കവാറും യേശു പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ 42-ാം അധ്യായത്തിൽ 18-19 പറയുന്നത് ഇതാണ്: ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ. അതൊരു അന്ധത, ഒരു ബധിരത. വീണ്ടും പറയാൻ പോവുകയാണ്: എൻ്റെ ദാസനെ പോലെ ആരുണ്ട് അന്ധനായി? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരൻ ആരുണ്ട്? എൻ്റെ വിശ്വസ്തനെ പോലെ, കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടനായ ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല. ഒന്ന് പറഞ്ഞെല്ലാവരും. വചനമാണ്. അവൻ കണ്ടിട്ടും
കാണുന്നില്ല. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. എന്തിനാണെന്നറിയാമോ? ഇപ്പൊ നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേര് കുസൃന്നിട്ട് ആക്കട കാണുമ്പോൾ അപ്പനൊന്നും മിണ്ടണില്ല. അപ്പൊ അമ്മ പറയും, നിങ്ങളിത് കാണണില്ലേ? അപ്പൊ അപ്പൻ എന്ത് പറയും? അവൻ കണ്ടിട്ടും കാണുന്നില്ല. പറ്റുമോ നിങ്ങൾക്കിത്? ഇത് തന്നെയാണ് കർത്താവ് ഈശോ ചെയ്തത്. ഇതാരെക്കുറിച്ച് ഇവിടെ പറയുന്നത്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. എൻ്റെ ദാസനെ പോലെ ബധിരനായി അന്ധനായ ആരുണ്ട്? ഇത് തിരിച്ചറിയുന്നതാണ് കാഴ്ച എന്ന് പറയുന്നത്. അന്ധരേ കാണുവിൻ, എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? ഇപ്പൊ കർത്താവ് വരാനിരിക്കുന്ന കരുണാസമ്പന്നനായ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കരുണ മാത്രം നിറഞ്ഞ ആ പിതാവിൻ്റെ മൂർത്തിയാണ്, ഇൻകാർണേഷനാണത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നത്. ആ കരുണ നിറഞ്ഞ കർത്താവ് പഴയ നിയമത്തിൽ വാക്കുകളിലൂടെ പ്രവാചകന്മാർ പറഞ്ഞു. അതാ പറഞ്ഞ, വാക്കുകളിലൂടെ കരുണ മനസ്സിലാവില്ല. പുതിയ നിയമത്തിൽ എന്താണ് പ്രത്യേകത? ആ കരുണാസമ്പന്നനായ ദൈവം മനുഷ്യനായി അവതരിച്ചു, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആ മനുഷ്യാവതാരം ചെയ്ത യേശു തൻ്റെ ശരീരവും രക്തവും നമ്മിൽ കലർത്തി നമ്മുടെ ഉള്ളിൽ കടന്നിരിക്കുന്നു. അതിനെയാണ് ദിവ്യകാരുണ്യം. അപ്പോഴാണ് ദൈവം ദിവ്യകാരുണ്യമാണ് എന്ന് മനസ്സിലാവുന്നത്. ഇപ്പോ വാക്കുകളിൽ പറഞ്ഞതോ അതോ ആ ദൈവം തന്നെ നാം അപ്പവും അല്ലെങ്കിൽ ശരീരവും രക്തവുമായി നമ്മുടെ ഉള്ളിൽ വന്ന് ലയിക്കുമ്പോൾ ഉണ്ടാകുന്നതോ? ഏതാ അനുഭവം? സംശയമില്ലല്ലോ, ഇല്ലേ? അപ്പോൾ ഈ കരുണയെ മനുഷ്യവംശത്തിന് അനുഭവമാക്കാൻ ഈ ദിവ്യകാരുണ്യത്തിലൂടെ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പുള്ള ഓരോ പ്രൊസീജിയറുകളുമാണ് ഈ സംഭവിക്കുന്നതെല്ലാം. അതിൻ്റെ ഒരു റിമോട്ട് പ്രൊസീജിയറാണ് ഈ പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. ആ വരാനിരിക്കുന്നവൻ എങ്ങനെയായിരിക്കും? അവൻ കണ്ടിട്ടും കാണുന്നില്ല. അവൻ മനുഷ്യരുടെ പാപങ്ങളെ ഒന്നും അവൻ കാണുന്നില്ല. ഏതുപോലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈ 10 വർഷം മുഴുവനും കേസ് നടത്തി കീഴ്ക്കോടതിയും മേൽക്കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ച അയാളുടെ ആ വധശിക്ഷ പ്രസിഡന്റ് കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അവനോട് കരുണ കാണിക്കണം. അതെഴുതി തള്ളി. ഹീസ് എന്താ പറയാ, അവൻ്റെ ഒരു കരുണ കാണിക്കുന്നതിൻ്റെ പേരിൽ ആ കേസും ആ വധശിക്ഷയും എല്ലാം ക്യാൻസലാക്കി. ഇത് ഉൾക്കൊള്ളാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വേറൊരു ഉദാഹരണം പറയാം, ഇത് ചിലപ്പോൾ മനസ്സിലായേക്കും. നമ്മുടെ മകൻ, നല്ല 10, 18, 19, 20 വയസ്സുള്ള നമ്മുടെ കുട്ടൻ, അവൻ ഒരു തെറ്റ് ചെയ്തു. അവനെ പോലീസ് പിടിച്ചു, അവനെ അറസ്റ്റ് ചെയ്തു, അവൻ ജയിലിലാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അമ്മമാർക്ക് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. അമ്മമാർ കിടന്ന് കരയാൻ തുടങ്ങും. അയ്യോ, എൻ്റെ കൊച്ചിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ആണോ ഇല്ലയോ? ഇല്ലേ അമ്മമാരെ? എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ അവിടെ തന്നെ ബോധം കെട്ട് വീണ് കഴിച്ചിരിക്കും.
എന്താ നിങ്ങൾ ആഗ്രഹിക്കണേ? അവൻ തെറ്റല്ലേ ചെയ്തത്? ഒരമ്മയുടെ ഹൃദയം പറയൂ. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് പറയും, വേറെ ഒന്നും ചിന്തിക്കരുത്. ഇപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? അവൻ തെറ്റാണ് ചെയ്തത്. നിയമപ്രകാരം അവൻ ശിക്ഷ കിട്ടണം. അവൻ പോലീസിൽ കിടക്കണം, അവൻ തടവിൽ കിടക്കണം, അവൻ ശിക്ഷ കിട്ടണം. പക്ഷെ അമ്മ എന്താ ആഗ്രഹിക്കണേ? പറയും. അവൻ തെറ്റാണ് ചെയ്തത്, ശരി, എങ്കിലും അവൻ എൻ്റെ മകനാണ്, അതുകൊണ്ട് അവന് എനിക്ക് വിട്ടുതരണം, അവനെ ശിക്ഷിക്കരുത്, അവനോട് കരുണ കാണിക്കണം, അവനെ ശിക്ഷിക്കരുത് എന്ന് അഭിപ്രായമുള്ള അമ്മമാരും അപ്പന്മാരും ഒന്ന് കൈപൊക്കി. കണ്ടോ, കുറേ പേര് കൈപൊക്കി, കുറേ പേര് ഇപ്പോഴും കൈപൊക്കണില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം വേറൊരു പാർട്ടി ഉണ്ട് ഇവിടെ. അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇതുപോലെ ചെയ്യരുത്. അവന് പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും അവനത് ചെയ്തത് കൊണ്ട് അവൻ അവിടെ കിടക്കട്ടെ. അവന് തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടണം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. അങ്ങനെ ചെയ്താലേ അവൻ ശരിയാവുള്ളൂ. അങ്ങനെ അഭിപ്രായമുള്ളവരൊന്ന് കൈപൊക്കിയേ. അങ്ങനെ അഭിപ്രായമുള്ളവരൊന്ന് കൈപൊക്കിയേ. അപ്പം നേരത്തെ കൈ പൊക്കാതിരുന്ന ആളും അവരെന്താ, ഏത് പാർട്ടി അവർ? കാര്യം മനസ്സിലായോ? ഇതിനകത്ത് ഏതാണ് കരുണ? അപ്പൊ ഇങ്ങനെ ഇരിക്കെ അമ്മ കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പൊ അപ്പം വീട്ടിൽ വന്നപ്പോ അപ്പം പറയാൻ, നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞത് കൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകില്ല, അവൻ ചെയ്തത് വലിയ തെറ്റാണ്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ, അവൻ എൻ്റെ മകനാണ്, എനിക്ക് അവനെ തിരിച്ചു കിട്ടണം, നിങ്ങൾ പോയിട്ട് എങ്ങനെയെങ്കിലും അവനൊന്ന് പോലീസിൽ നിന്ന് പിടിവിച്ചു കൊണ്ടുവരണം. നീ എന്തീ പറയണേ? നിനക്കറിയോ, ഒരു $10,000 എങ്കിലും കെട്ടിവെച്ചാലേ അവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. കെട്ടിവെക്കി. നിങ്ങളുടെ അടുത്ത് കാശുണ്ടല്ലോ, എൻ്റെ അടുത്ത് കാശൊന്നുമില്ല. ഇപ്പൊ ഈ കാര്യത്തിന് നിങ്ങളുടെ അടുത്ത് കാശില്ലല്ലേ, ഇത് എൻ്റെ താലിമാല കൊണ്ടുപോയിട്ട് വിറ്റായാലും എൻ്റെ മോനെ പുറത്തു കൊണ്ടുവരണം. അപ്പോഴാണ് അപ്പം മനസ്സിലാകുന്നത്, എടാ ഇത് സംഭവം സീരിയസ് ആണല്ലോ. അങ്ങനെ അമ്മ സ്വർണമാല എല്ലാം എടുത്തങ്ങ് കൊടുക്കുകയാണ്. എല്ലാം വിക്ക്, എനിക്കിതൊന്നും അല്ല വേണ്ടത്, എൻ്റെ മകൻ, എൻ്റെ മകൻ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകൻ, അവനെ ശിക്ഷിക്കരുത്. അപ്പൻ ഈ പൈസയെല്ലാം കൊണ്ടുപോയി പോലീസിൽ കൊണ്ടുപോയിട്ട് പറയാണ്, ഇതാണ് മോചനദ്രവ്യം. അങ്ങനൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞെല്ലാവരും ആ വാക്ക് ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, മോചനദ്രവ്യം. ഇപ്പോൾ ഈ മകന് വേണ്ടി അമ്മ തൻ്റെ താലിമാല എടുത്തു കൊടുത്തു. അപ്പൻ അതെല്ലാം വിറ്റ് എന്തുകൊണ്ട് ചെന്നിരിക്കുന്നു? മോചനദ്രവ്യം കൊണ്ട് ചെന്നിരിക്കുന്നു. എന്തിനാണ്? തെറ്റ് ചെയ്തു ശിക്ഷയ്ക്ക് അർഹനായ ആ മകനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ. ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ. അതാണ് കരുണ. അതാണ് കർത്താവ് ചെയ്തത്. നമ്മളെല്ലാവരും, മനുഷ്യവംശം മുഴുവനും തെറ്റ് ചെയ്ത് ശിക്ഷയ്ക്ക് അർഹരായി ബന്ധനത്തിലായിരിക്കവേ, അതാണ് ബന്ധിതർക്ക് മോചനം നൽകാൻ വേണ്ടിയാണ് എന്നെ അയച്ചതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാവരും ബന്ധനത്തിലായിരിക്കവേ ദൈവപിതാവ് തൻ്റെ മകനെ എന്തായിട്ടാണ് അയച്ചത്? ആ വാക്കൊന്നുകൂടി പറഞ്ഞേ, ഒന്നുച്ചത്തിൽ പറഞ്ഞേ, മോചനദ്രവ്യമായിട്ട്. അങ്ങനെ ആ മോചനദ്രവ്യമായിട്ട്, ദാറ്റ് ഈസ് വൈ ഹി ഹാസ് ഗിവൺ ഹിംസെൽഫ് ആസ് എ റാൻസം. മോചനദ്രവ്യം ആയിട്ട് തന്നെ കൊടുത്തുകൊണ്ട്
മനുഷ്യരെ എല്ലാവരെയും പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും, പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും ഒഴിവാക്കി. കരുണാസമ്പന്നനായ ദൈവം. ഇതാണ് കരുണ, ഇതാണ് സത്യം, ഇതാണ് ഈശോ നമ്മളോട് ചെയ്തത്. നമ്മളും നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാവും, ഈ നാട്ടുകാരിൽ ആരെല്ലാവും എന്തെല്ലാം തെറ്റ് ചെയ്തെന്ന് നമ്മൾ കണ്ടാലും ഈ രീതിയിൽ കണ്ടിട്ടും കാണുന്നില്ല. ആ രീതിയിൽ നമുക്ക് ഒരു മനോഭാവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് കരുണ. അതാണ് പരിശുദ്ധ പിതാവ് ഈ ലോകം മുഴുവനും പ്രഘോഷിക്കുന്നത്. നിങ്ങൾ കരുണ ആയിരിക്കണം. കരുണയാണ് ദൈവം. പരിശുദ്ധ പിതാവ് തന്നെ പറയുകയാണ്, ഞാൻ ശരിക്കും ഒരു പാപിയാണെന്ന്. ആലങ്കാരികമായല്ല, ഞാനൊരു പാപി തന്നെയാണ്. പക്ഷേ കരുണയാണ് എൻ്റെ ഈ അവസ്ഥയിലേക്ക് എന്നെ ഉയർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം കരകവിഞ്ഞൊഴുകിയത് കൊണ്ട് എന്നെ ദൈവം ഒരു അപ്പസ്തോലനാക്കി ഉയർത്തി. ഇനി വീണ്ടും നമുക്ക് മത്തായിയുടെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്, അപ്പോൾ ഈ തിന്മ ചെയ്യുന്നവരെ ഒന്നും ശിക്ഷിക്കേണ്ടെന്നോ? കണ്ടോ, ആർക്കോ ആ ചിന്ത വരുന്നുണ്ട്. തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കണ്ടേ? അതല്ല നമ്മുടെ വിശ്വാസം. നമ്മളുടെ വിശ്വാസം തിന്മ ചെയ്യുന്നവരെ രക്ഷിക്കാനാണ്. കുറച്ച് ദിവസം മുമ്പ് ഒരു ചേച്ചി ഇതേമാതിരി എന്നോട് തർക്കിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു വന്നത് ഒരു പോലീസുകാരനെ പോലെ കണ്ടവരെ എല്ലാം എന്ത് തിന്മയാണ് ചെയ്ത് നോക്കി നോക്കി നടന്ന് അവനെ ശിക്ഷിക്കാനാണോ? ആഹാ, അപ്പൊ ഞാൻ ഈ കരുണക്കൊന്തയൊക്കെ ചെല്ലണതിൻ്റെ അർത്ഥം എന്താ? അപ്പൊ ചേച്ചി എന്തർത്ഥത്തിലാ കരുണക്കൊന്ത ചെല്ലണേ? കരുണക്കൊന്ത ചെല്ലണത് തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കാനാണോ? എൻ്റെ മനസ്സിൽ അങ്ങനെയാ. കണ്ടോ, അപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയും നാളും കരുണക്കൊന്ത ചെല്ലിയത് കൊണ്ട് കരുണ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ആ ചേച്ചി. വീണ്ടും ഞാൻ 2 ദിവസം സംസാരിച്ചു. കരുണ എന്നത് തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കാതെ അവരെ തിന്മയിൽ നിന്നും, അതിൻ്റെ ശിക്ഷയിൽ നിന്നും, അതിൻ്റെ ശാപത്തിൽ നിന്നും ദൈവം മുൻകൈയെടുത്ത് രക്ഷിക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത്. ഭൂലോകപാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. കരുണക്കൊന്ത ചെല്ലുമ്പോൾ അങ്ങയുടെ അവിടുത്തെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടുമുള്ള അങ്ങ് കരുണ കാണിക്കണം. ആരോടാ കരുണ കാണിക്കണ്ടേ? വിശുദ്ധന്മാരോടാണോ? ഒരു കുറ്റവും ചെയ്യുന്നതല്ല, നല്ല രീതിയിൽ ജീവിക്കുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, നല്ല രീതിയിൽ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്നവരോട് കരുണ കാണിക്കാൻ എന്താ ഉള്ളേ? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. എല്ലാവരും പറഞ്ഞ്, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിന്നെന്താ? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും. അതേത് ആത്മാക്കളെയാ?
പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി ചോദിച്ചു, അപ്പോൾ ബ്രദർ പറയണ കേട്ട് കഴിഞ്ഞാൽ ആരും നരകത്തിൽ പോവില്ലെന്നാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? ഇപ്പൊ നിങ്ങളോടായിട്ടാണ് ചോദ്യം. നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? എന്താ നിങ്ങൾ ആഗ്രഹിക്കണേ എന്ന് പറഞ്ഞ എല്ലാവരും. നിങ്ങൾ എന്താ ആഗ്രഹിക്കണേ? കുറെ പേര് നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്താ ആഗ്രഹിക്കണേ? അപ്പ എല്ലാവരും എവിടെ പോകണമെന്ന് ആഗ്രഹിക്കണേ? എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കണേ. അതാണ് നമ്മുടെ വിശ്വാസം. ആഹാ ആഹാ, അത് പോകുമോ? അങ്ങനെ പോകുമോ? എനിക്ക് നല്ല വിശ്വാസമാണ് എല്ലാവരും പോകുമെന്ന്. അയ്യോ, അപ്പൊ പിന്നെ അതെങ്ങനെ എല്ലാവരും അങ്ങനെ പോണേ? തീത്തോസിന് എഴുതിയ ലേഖനം, അതാണ് തിമോത്തി 1-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വചനം. ഓർത്തിരിക്കാൻ എളുപ്പം. 1, 2, 3, 4. 1-ാം ലേഖനം 2-ാം അധ്യായം 3, 4 വചനം പറയുന്നത് ഇതാണ്: എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണം എന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു.